ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ CCTV ഫുട്ടേജിൽ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടതോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടതോ ആയ ഒരു കാര്യവുമായിട്ട് ഇത് താരതമ്യം ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. നിങ്ങൾക്ക് ഈ CCTV ഫുട്ടേജ് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു മാന്യമായ വ്യക്തി ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ഹോട്ടലിലേക്ക്, ചുരുക്കി പറഞ്ഞാൽ ഒരു VIP ഹോട്ടലാണെന്ന് നമുക്ക് പറയാം, അങ്ങോട്ട് കടന്നു വരുന്ന രംഗമാണ് നിങ്ങൾ ഈ CCTV ഫുട്ടേജിൽ ആദ്യമായിട്ട് കാണുന്നത്. അദ്ദേഹം മാന്യമായ ഡ്രസ്സൊക്കെ ധരിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം ആദ്യം തന്നെ ഓർഡർ കൊടുക്കുന്നത് ഒരു സൂപ്പിനാണ്. അത് ആ ലേഡി സ്റ്റാഫ് കൊണ്ടുവരുന്നതും നിങ്ങൾക്ക് അതിൽ തന്നെ വളരെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അദ്ദേഹം മനസ്സിലാക്കുകയാണ് ഇവിടെ ഉള്ളത് ഒരു ലേഡി വെയിറ്ററാണ് എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹം കാണിക്കുന്ന ഒരു വൃത്തികേട് ഒരിക്കലും ഒരു മനുഷ്യനും ഒരു ഹോട്ടലിൽ പോയിട്ടും ഇത്തരത്തിൽപ്പെട്ട ഒരു വൃത്തികേട് കാണിക്കാൻ വേണ്ടി പാടില്ല. കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തായിരിക്കും അവസ്ഥ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അദ്ദേഹം അവിടെ ഇരുന്ന ശേഷം ഒരു ബാഗ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആ കസാലയുടെ പുറകിലായിട്ട് അവിടെ ഇങ്ങനെ വെച്ച് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അദ്ദേഹം കൈകൊണ്ട് എല്ലാം തപ്പി നോക്കുന്നുണ്ട്, ഓൾ സെറ്റ് റെഡിയാണോ എന്നൊക്കെ അദ്ദേഹം ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ലേഡി സ്റ്റാഫ് വീണ്ടും ഭക്ഷണം എടുക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ പോയിട്ട് അദ്ദേഹത്തിന് പല ഓർഡറുകളുമുണ്ട്. സൂപ്പിന് പുറത്തും പിന്നെയും കുറച്ച് ഓർഡറുകൾ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ആ സാധനങ്ങളെല്ലാം വളരെ വൃത്തിയോടെ നീറ്റോടെ ആ ലേഡി സ്റ്റാഫ് അദ്ദേഹത്തിന് സെർവ് ചെയ്യുന്നതും നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അദ്ദേഹത്തിന് ഭക്ഷണം കൊണ്ട് കൊടുക്കുകയാണ്. അദ്ദേഹം ആ സൂപ്പൊക്കെ വളരെ ആസ്വദിച്ചാണ് കഴിക്കുന്നത്. ആ രംഗം തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ഭക്ഷണമാണ് അവർക്ക് കിട്ടുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം വളരെ റെഡിയായിരിക്കുകയാണ്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ആ ബാഗിലേക്ക് തിരിഞ്ഞു നോക്കും. നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അദ്ദേഹം എന്തോ ഒന്ന് ഒരു ബാഗിൽ നിന്ന് എടുക്കുന്നതും അതേപോലെ തന്നെ ആ ലേഡി സ്റ്റാഫ് അങ്ങോട്ട് പോയ സമയത്ത് അതിലേക്ക് ഇടുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ അത് ചത്ത പല്ലിയെയാണ് ആ ബാഗിൽ നിന്ന് എടുത്തിട്ട് ആ സൂപ്പിൻ്റെ ആ പ്ലേറ്റിലേക്ക് അദ്ദേഹം നിക്ഷേപിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന് അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണം. പലപ്പോഴായിട്ട് ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ നമുക്ക് ഹോട്ടലിൽ വെച്ച് കാണാൻ വേണ്ടി സാധിക്കും. ചിലപ്പോൾ ജെന്യുവനായിട്ടുള്ള ആളെയും നമുക്ക് കാണാം. എല്ലാവരും ഇത്തരത്തിലാണെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു കാട്ടിക്കൂട്ടൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി സാധിക്കും. ഏത് ഹോട്ടലിൽ പോയാലും നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ഭക്ഷണം കിട്ടും. അദ്ദേഹത്തിൻ്റെ ആവശ്യം നിങ്ങൾ വിചാരിക്കേണ്ട ഭക്ഷണമല്ല. അദ്ദേഹത്തിൻ്റെ ആവശ്യം ഇത്തരം ഒരു VIP ഹോട്ടലൊക്കെ പോയി കഴിഞ്ഞ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് അവർ തയ്യാറാവും. അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായാൽ തീർച്ചയായിട്ടും പൈസ കിട്ടും. ആ പണം കൊണ്ട് പോകാമെന്നുള്ളൊരു പ്രതീക്ഷയിൽ കയറിയതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഭക്ഷണത്തിന് വേണ്ടി ഇത്രയും എക്സിക്യൂട്ടീവായ ഡ്രസ്സൊക്കെ ധരിച്ച ഒരു മാന്യനായ ഒരു വ്യക്തി ഒരിക്കലും അങ്ങോട്ടങ്ങനെ കയറിപ്പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും പറ്റുകയില്ല. ആ സഹോദരി അവിടെ പോയിട്ട് സ്റ്റാഫിനെ ചീത്ത പറയുന്നു. സ്റ്റാഫ് അവിടെയുള്ള ഭക്ഷണം വെച്ച പാത്രങ്ങളെല്ലാം എടുത്ത് നോക്കുന്നു. ഒരു കാരണവശാലും ആ ഹോട്ടൽ അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് അവർ. പ്രത്യേകിച്ച് അവർ തന്നെയാണ് 3 സ്ത്രീകൾ ഒരു ചെറിയ സംരംഭമായിട്ട് നടത്തുന്ന ഹോട്ടലാണ്. പക്ഷേ അതിൻ്റെ അകത്ത് അത്തരപ്പെട്ട ഒരു കാരണവശാലും വരാൻ വേണ്ടി സാധ്യതയില്ല എന്ന് അവർ മനസ്സിലാക്കിയതിന് ശേഷം അവർ CCTV ഫുട്ടേജെല്ലാം ചെക്ക് ചെയ്യുകയാണ്. ആ ചെക്ക് ചെയ്യുന്ന സമയത്താണ് ആ വൃത്തികെട്ടവൻ ചെയ്ത ആ ഒരു പരിപാടി വളരെ വ്യക്തമായിട്ട് അതിൽ കാണുകയാണ്. അദ്ദേഹം ആ ബാഗിൽ നിന്ന് ആ ചത്ത പല്ലിയെ എടുത്തിട്ട് സൂപ്പിലിടുന്ന രംഗം അവർ കാണുന്നു. അതിനുശേഷം ആ സഹോദരി അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തിനോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് അദ്ദേഹത്തിനോട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതാ മുകളിലേക്ക് നോക്കിക്കോളൂ, ഇവിടെ CCTV ഉണ്ട്, ഇത് താങ്കൾക്ക് അറിയാമല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹവും ആ സമയം വരെ അത് തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നത്തെ കാലത്ത് സ്കൂൾ ബസ് മുതൽ നമ്മുടെ KSRTC ബസ് മുതൽ എല്ലാ ബസ്സുകളിലും ഇപ്പോൾ CCTV ഉണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത്തരത്തിൽപ്പെട്ട എന്തെങ്കിലും വൃത്തികേടൊക്കെ കാണിക്കാൻ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും നാട്ടുകാരുടെ മുന്നിൽ നിങ്ങളുടെ മുഖവും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ഫാമിലിയും എല്ലാം നാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ മാന്യമായിട്ട് ഭക്ഷണം കഴിക്കുക, അതിൻ്റെ പൈസ കൊടുക്കുക, അവിടെ നിന്ന് പിരിഞ്ഞു പോവുക. അല്ലാതെ ഇത്തരത്തിൽപ്പെട്ട സീനൊക്കെ ക്രിയേറ്റ് ചെയ്താൽ ചിലപ്പോൾ ചില ആൾക്കാർ പോലീസിന് കൊടുത്ത് ഒഴിവാകും. ചില ആൾക്കാർ നല്ലപോലെ കൈവച്ചതിന് ശേഷമായിരിക്കും പോലീസിന് കൊടുക്കുന്നത്. അതുകൂടി നിങ്ങൾ ഓർമ്മ വെക്കുന്നത് നല്ലതാണ്. എന്തിനാണ് ഇത്തരത്തിൽപ്പെട്ട CCTV ഫുട്ടേജൊക്കെ നിങ്ങളെ കാണിക്കുന്നത് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടില്ലെങ്കിലും മറ്റുള്ള ജീവിതത്തിൽ നടക്കുന്നതാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കാണണം. കാരണം മറ്റുള്ളവരും ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങൾ കാണട്ടെ.
പല ഹോട്ടലുകൾ നടത്തുന്ന ചില വനിതാ ജീവനക്കാർക്കൊക്കെ ഇത്തരത്തിൽപ്പെട്ട പല അനുഭവങ്ങളും ഉണ്ടാവും. ചിലപ്പോൾ ഭക്ഷണത്തിൽ മുടിയെടുത്തിട്ടിട്ട് അവസാനം കഴിച്ചതിന് ശേഷം അവിടെ കച്ചറ ഉണ്ടാക്കുന്നു, അതിനുശേഷം തല്ലുണ്ടാക്കുന്നു. പൊറാട്ടയുടെ പേരിൽ, കറിയുടെ പേരിൽ ഒരുപാട് ഹോട്ടലുകൾ ഇത്തരത്തിൽപ്പെട്ട പ്രശ്നങ്ങൾ നമ്മൾ കേൾവിയാണ്. എന്നാൽ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ CCTV ഫുട്ടേജ് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ചിലപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഹോട്ടൽ ജീവനക്കാരനോ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും സംഭവങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ആ ഹോട്ടലിൽ സംഭവിച്ചിട്ടുണ്ടാവാം. ഇത്തരത്തിൽപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി അത് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ ഇത് മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ സഹകരിക്കുക. മാക്സിമം ഇത്തരംപ്പെട്ട വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നിർദ്ദേശങ്ങളായിട്ട് നിങ്ങൾ എഴുതി അറിയിക്കുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം, ബൈ.